നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. US വിസ എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകളുടെ സ്വപ്നമാണ്. എന്നാൽ പലർക്കും അത് ലഭിക്കണമെങ്കിൽ വളരെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. ഇന്ന് US-ലെത്തിയ ആളുകളോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് നിരന്തരമായ നിരസിക്കലുകളുടെയും നിരാശയുടെയും കഥകളാണ്. ഒന്ന് രണ്ട് തവണ വിസ റിജക്റ്റ് ആയാൽ ഭൂരിഭാഗം ആളുകളും ആ സ്വപ്നം ഉപേക്ഷിക്കും. എന്നാൽ 5 തവണ സ്റ്റുഡന്റ് വിസയും ഒരു തവണ ടൂറിസ്റ്റ് വിസയും ഉൾപ്പെടെ തുടർച്ചയായി 6 തവണ US വിസ നിഷേധിക്കപ്പെട്ട ഒരാൾ ഒടുവിൽ US-ലെത്തിയ കഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. 6 തവണ വിസ നിരസിച്ചതിന് ശേഷം പിന്നീട് ആബ്ലെ എന്ന വ്യക്തി നേടിയെടുത്തത് ഒരു സാധാരണ വിസയല്ല. കസാഖിസ്ഥാൻ സ്വദേശിയായ ആബ്ലെ സർമാന്ത എന്ന യുവ സംരംഭകന്റെ ഈ വിജയകഥയും US വിസ നിയമങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി മിതി ജയ്സാൾ പറയുന്നതും നോക്കാം. നിലവിൽ US-ലെ സിയാറ്റിലിൽ താമസിക്കുന്ന ആബ്ലെ സർമാന്ത തന്റെ ലിങ്ക്ഡിൻ പോസ്റ്റിലൂടെയാണ് ഈ US വിസ യാത്രാനുഭവം പങ്കുവച്ചത്. 2018 അദ്ദേഹം ആദ്യമായി US വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. അവിടെ തുടങ്ങുകയായിരുന്നു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ. ഇതിനെ ഒരു പരീക്ഷണഘട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അടുത്ത 5 വർഷത്തിനിടയിൽ 5 തവണ സ്റ്റുഡന്റ് വിസയും ഒരു തവണ ടൂറിസ്റ്റ് വിസയും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. 5 വർഷം നീണ്ട നിരന്തരമായ വിസ ലഭിക്കില്ല എന്ന മറുപടികൾ അദ്ദേഹം കേട്ടു. എന്നാൽ അദ്ദേഹം തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. വിസയ്ക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്താനും തന്റെ ലക്ഷ്യത്തിലെത്താനും കസാഖിസ്ഥാനിലെ സ്വന്തം ഫ്ളാറ്റും കാറും വരെ അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. ഒടുവിൽ 2023 വിസ ലഭിച്ചപ്പോൾ വെറും 7 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞും ഭാര്യയുമായാണ് അദ്ദേഹം US-ലേക്ക് വിമാനം കയറിയത്. അവിടെ അദ്ദേഹത്തെ കാത്ത് വലിയ സമ്പാദ്യങ്ങളോ പ്രൊഫഷണൽ കോൺട്രാക്റ്റുകളോ ഒരു സുരക്ഷാ വലയമോ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരേ ഒരു ബിസിനസ് ആശയവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും മാത്രമായിരുന്നു. US-ലെത്തിയ അദ്ദേഹം 1000-ലധികം നിക്ഷേപകർക്ക് ഇമെയിലുകൾ അയച്ചു. അതിൽ 30-ലധികം പേർ അദ്ദേഹത്തെ നിരസിച്ചു. എന്നാൽ അദ്ദേഹം തന്റെ പോർട്ടസ് എന്ന കമ്പനി കെട്ടിപ്പടുക്കുകയും 200-ലധികം ആളുകളെ ഇമിഗ്രേഷൻ അപേക്ഷകളിൽ സഹായിക്കുകയും ചെയ്തു. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. 2024 ഓഗസ്റ്റിൽ ആബ്ലെ EB-1A വിസയ്ക്ക് അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷ നൽകി വെറും 16 ദിവസത്തിനുള്ളിൽ US ഇമിഗ്രേഷൻ അത് അംഗീകരിച്ചു. അതെ, ഏത് വ്യവസ്ഥയിലാണോ അദ്ദേഹത്തെ 6 തവണ തള്ളിക്കളഞ്ഞത് അതേ വ്യവസ്ഥയിൽ തന്നെ അദ്ദേഹത്തെ അസാധാരണ പ്രതിഭ എന്ന് വിളിച്ച് US വിസ നൽകി. ഇമിഗ്രേഷൻ വിദഗ്ധയായ മിതി ജയ്സാൾ പറയുന്നത് ആബ്ലെയുടെ മുൻകാല വിസ നിരസിക്കലുകൾക്ക് ഈ പുതിയ വിസയുമായി നിയമപരമായി യാതൊരു ബന്ധവുമില്ല എന്നാണ്. കാരണം ഇവ രണ്ടും 2 വ്യത്യസ്ത നിയമവ്യവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ വിസ അപേക്ഷകർക്ക് ഒരു പ്രാവശ്യം വിസ നിരസിച്ചാലും പിന്നീട് വീണ്ടും അപേക്ഷിക്കാൻ സാധിക്കും. അതിനും ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. പലരുടെയും വിചാരം ഒരു തവണ US വിസ റിജക്റ്റ് ആയാൽ പിന്നീട് ഒരിക്കലും വിസ കിട്ടില്ല എന്നാണ്. എന്നാൽ അറ്റോർണി മിതി ജയ്സാൾ ഇതിന്റെ പിന്നിലെ നിയമം ആളുകൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. 2018 ഒരു കോൺസുലാർ ഓഫീസർ ആബ്ലെയുടെ സ്റ്റുഡന്റ് വിസ പരിശോധിച്ചപ്പോൾ ചോദിച്ച ചോദ്യം പഠനം കഴിഞ്ഞ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുമോ എന്നതായിരുന്നു. US ഇമിഗ്രേഷൻ നിയമത്തിലെ സെക്ഷൻ 214B പ്രകാരം എല്ലാ അപേക്ഷകരും അവിടെ സ്ഥിരതാമസമാക്കാൻ വരുന്നവരാണെന്ന മുൻവിധിയോടെയാണ് ഓഫീസർമാർ ഈ ചോദ്യം ചോദിക്കുന്നത്. സ്വന്തം നാട്ടിൽ ശക്തമായ ബന്ധങ്ങളോ സാമ്പത്തിക അടിത്തറയോ ഇല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസ നിഷേധിക്കപ്പെടും. 2024 F1 വിസ നിരസിക്കൽ നിരക്ക് 41% എന്ന റെക്കോർഡിൽ എത്തിയിരുന്നു. എന്നാൽ 2024 ആബ്ലെയുടെ EB-1A വിസ പരിശോധിച്ച ഓഫീസർ നോക്കിയത് മറ്റൊന്നാണ്. ഒരു കമ്പനി സ്ഥാപിച്ച് നിക്ഷേപം സമാഹരിച്ച് 200-ലധികം ആളുകളെ സഹായിച്ച ഈ വ്യക്തി ഒരു അസാധാരണ പ്രതിഭയാണ് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് വ്യത്യസ്ത ഉദ്യോഗസ്ഥരാണ് ഓരോ വിസ ചോദ്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. EB-1A എന്നത് ഒരു തൊഴിലുടമയോ സ്പോൺസർഷിപ്പിന്റെയോ ആവശ്യമില്ലാതെ വ്യക്തികൾക്ക് സ്വന്തമായി അപേക്ഷിക്കാവുന്ന വിഭാഗമാണ്. അപേക്ഷകൻ തന്റെ മേഖലയിലെ ഏറ്റവും മികച്ച ചെറിയ ശതമാനം ആളുകളിൽ ഒരാളാണെന്ന് തെളിയിക്കുന്ന 10 മാനദണ്ഡങ്ങളിൽ കുറഞ്ഞത് 3 എണ്ണമെങ്കിലും തൃപ്തിപ്പെടുത്തണം. ആബ്ലെ 2018 ഒരു സാധാരണ വിദ്യാർത്ഥിയായിരുന്നെങ്കിൽ 2024 ആയപ്പോഴേക്കും അദ്ദേഹം US-ന് ആവശ്യമായ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സംരംഭകനായി മാറി. ഇതാണ് വിസ പെട്ടെന്ന് ലഭിക്കാൻ കാരണമായത്. കൂടാതെ പ്രീമിയം പ്രോസസ്സിംഗ് വഴി $2805 ഫീസ് അടച്ചാൽ 15 ദിവസത്തിനകം USCIS തീരുമാനമെടുക്കുമെന്നതിനാലാണ് 16 ദിവസത്തിനുള്ളിൽ വിസ ലഭിച്ചതെന്നും മിതി ജയ്സാൾ വ്യക്തമാക്കുന്നു. ആബ്ലെ തന്റെ പോസ്റ്റിൽ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഞാനിത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറയുന്നതല്ല.
നിങ്ങൾ ഇപ്പോൾ ഒരു വിസ റിജക്ഷൻ നേരിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഓർക്കുക, ആ നിരസിക്കൽ സംഖ്യയല്ല നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. ശരിയായ വഴിയിലൂടെ കൃത്യമായ തെളിവുകളോടെ അപേക്ഷിച്ചാൽ US ഇമിഗ്രേഷൻ സിസ്റ്റം നിങ്ങളെയും സ്വീകരിക്കും. തളർന്നു പോകാതെ വീണ്ടും കഷ്ടപ്പെട്ട് വിസയ്ക്കായി അപേക്ഷിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്.